ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ മുടിയൊക്കെ ഒന്ന് നല്ല കോതി. എൻ്റെ തലയിൽ ഇപ്പോൾ അത്യാവശ്യം നിറയെ എണ്ണയുണ്ട്. നിറയെയല്ല, ഓൾറെഡി ഓയിലി സ്കാൽപ്പാണ്. അപ്പോൾ ഒരു കുറച്ച് തേച്ചാൽ തന്നെ നന്നായിട്ട് ഓയിലി അറിയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷാമ്പു ചെയ്തിട്ട് തന്നെ ഹെയർ സ്റ്റൈല് നോക്കുക. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഒതുക്കിയതിന് ശേഷം നമുക്ക് എക്സ്റേ നോക്കാം. എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു കോമ്പെടുത്തിട്ട് ഫസ്റ്റ് ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കാം. അതിന് ശേഷം രണ്ട് സൈഡും എടുക്കണേ. രണ്ട് സൈഡും എടുത്തതിന് ശേഷമാണ് നമ്മൾ ഹെയർ സ്റ്റൈല് തുടങ്ങുന്നത്. ബാലൻസ് വന്ന മുടി എന്താ പറയുക, ബാക്കിലോട്ട് സെക്യൂർ ചെയ്യാം. ബാക്കിലേക്ക് ഒന്ന് കെട്ടി വയ്ക്കാം നമുക്ക്. കാരണം ഫ്രണ്ടിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഇയർ ടു ഇയർ എടുത്ത മുടിയിലേക്ക് നമ്മൾ ബാക്കത്തെ മുടി ഇങ്ങോട്ട് വരരുത്, ഇതിലേക്ക് പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിലൊന്ന് കെട്ടി വയ്ക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇടയിൽ ക്രാബ് ഇടാം, ബണ്ണോ, നമുക്ക് എന്താണോ ഇത് സൗകര്യപരമായിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. ഇതിന് ശേഷം ചെറിയ പോർഷൻസ് എടുത്തിട്ട്, ഞാൻ ചെറിയ പോർഷൻസ് കേട്ടോ, കാരണം എനിക്ക് ഫ്രണ്ട് സൈഡിൽ അത്രയ്ക്ക് മുടിയില്ല. കണ്ടാൽ അറിയാമല്ലോ, മുടി വളരെ കുറവാണ്, നീളം മാത്രമേ ഉള്ളൂ, തിക്നെസ് വളരെ കുറവാണ്. എന്നിട്ട് നമ്മൾ അഗാരോൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്. ചുരുട്ടി നമ്മൾ ഇതപ്പോൾ കാണിക്കുന്ന പോലെ ചുരുട്ടി നമുക്ക് കേളായിട്ട് എടുക്കാം. ഓക്കെ, രണ്ട് ഭാഗവും നമ്മൾ കേൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിവിടെ, കാരണം ഒന്ന് വിട്ട് നിൽക്കാൻ, ചമ്മി നിൽക്കണ്ട വെച്ചിട്ട് ബാക്കിൽ മുടി അഴിച്ചിട്ടിട്ട് ഇതൊന്ന് ഓരോ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ബാക്കിലോട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക. കുറേശ്ശെ എടുത്തിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇങ്ങോട്ടൊരു സ്ലൈഡ് എടുത്തിട്ട് സെക്യൂർ ചെയ്യുക. രണ്ട് ഭാഗവും അങ്ങനെ തന്നെ വേഗം ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. രണ്ടുപേരും കുത്തി വയ്ക്കുക, രണ്ട് ഭാഗം കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാം. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കുറച്ച് ചപ്പി നിൽക്കാതെ കുറച്ചിങ്ങനെ പൊന്തിയൊക്കെ നിൽക്കുമ്പോൾ. ചുരുണ്ട മുടികൾ ഇപ്പോൾ കോലുമുടി ആയതുകൊണ്ട് എപ്പോഴും തിക്നെസ്സും കുറവായതുകൊണ്ട് ചമ്മി നിൽക്കും. അപ്പം അതില്ലാതെ കുറച്ചൊരു വൃത്തിക്ക് നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഴിച്ചിടാം. നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് ഇരിക്കാം. ഞാനിപ്പോൾ കെട്ടാണ് ചെയ്യുന്നത് കേട്ടോ ബാക്കിൽ. അതായത് ഞാൻ ബാക്കിൽ കെട്ടി വെക്കുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് കെട്ടുന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കുറച്ചൊരു സെക്ഷൻസ്, അതായത് താഴെയും മുകളിലായിട്ട് ഇയർ ടു ഇയർ എടുത്തിട്ട് ഇങ്ങനെ സെക്ഷൻസ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വെക്കാം. അതിനുശേഷം വേണമെങ്കിൽ മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടായിരിക്കും. ഇപ്പം ഞാൻ എക്സ്റ്റൻഷൻ വെക്കുന്നില്ല. ബാക്കിലൊരു ബണ്ണ് വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബണ്ണ് വെച്ചിട്ട് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. ബാക്കിൽ ഫ്ലവറൊക്കെ വെക്കുന്നവർക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലവർ കരുതിയില്ല. അപ്പം പെട്ടെന്നായിരുന്നു ഹെയർ സ്റ്റൈല് ചെയ്യാമെന്നുള്ള പ്ലാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലവേഴ്സൊന്നും കയ്യിൽ വെച്ചില്ല. പിന്നെ ബാക്കിയെല്ലായിടത്തും ഫസ്റ്റിൽ മാത്രം ബണ്ണ് വയ്ക്കുക. ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ കെട്ടിവെക്കുന്ന ചെറിയ ബണ്ണുണ്ടായിരിക്കും, അധികം വണ്ണമില്ലാത്ത ബണ്ണുകളുണ്ടായിരിക്കും. അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ ആകുമ്പോൾ നമുക്ക് മുടിയിൽ നിന്ന് ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ്.
ഇതേപോലെ കെട്ടിവെക്കുക. മുടി അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഉള്ളിലോട്ട് ഒരു ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഷേപ്പിൽ കിട്ടും. അതിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ചമ്മി നിൽക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മുടി ബാക്കിൽ മുകളിലോട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കും. അതേപോലെ തന്നെ രണ്ട് എത്ര ലെയർ നമ്മുടെ മുടിക്ക് വേണം അത്ര ലെയർ നമ്മൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് കൂടിയാട്ടോ, നീളം കട്ടി അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ എത്ര പ്രാവശ്യം നമ്മൾ ലെയർ എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫൈൻ ലുക്ക് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കിലാകുമ്പോൾ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, കുറച്ചല്ല അധികം എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ തലയിൽ. ചമ്മി നിൽക്കുന്നുണ്ട് കുറച്ച് മുടി. പേഴ്സണലി എനിക്കിഷ്ടമായി. ഇച്ചിരി കൂടി ഷാമ്പു ഇട്ടിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഷാമ്പു ഇട്ടിട്ട് എന്തായാലും ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദീസ് വീഡിയോസ്. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.